ആരാ തന്നോട് വിവരം എന്താ വെച്ചാൽ എഴുതി തരാൻ? അയ്യോ, പപ്പുവിനെ ഓർപ്പിക്കാഞ്ഞിട്ടാ കേട്ടോ. ഞാനും റാണാമനാളിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ച് നടന്നവരാ. റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ചു വിവരമൊന്നും ഇവിടെ പറയണ്ടോ? 3 ചത്ത് തന്നെ. മോളെ അങ്ങനെ തന്നെ എഴുത. റാണാ മുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിബീടിയും വലിച്ച് കള്ളും കുടിച്ച് നടന്ന പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മതിയോ? എന്ന് ചെറുപ്പകാലത്തെ സ്നേഹിതൻ പപ്പു. മോളെ ആ 3 പേരും അവിടെ നില്ലേ, ഞാൻ പോയി ചീട്ട് കാണിച്ചിട്ട് വരാം. ചെറുപ്പത്തിൽ ചീനവല വലിച്ച് നടന്ന പഴയ കൂട്ടുകാരൻ പപ്പു. എന്തിനാണോ നീ വാങ്ങിക്കൊണ്ടുവന്നത്? ഇതവന്റെ ഒരു സ്റ്റൈലായിരിക്കും. എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈല. എന്താ സ്റ്റൈല? എന്നാ ഇതുപോലെ 2 അവന്റെ കർണക്കുറ്റി നോക്കി നീ സ്റ്റൈലായിട്ടങ്ങ് കൊടുത്തേ. ഒത്തിരി നേരമായല്ലോ, കാണുന്നില്ലല്ലോ. റാണാമലയാളി എന്നെ നേരിട്ട് വന്ന് നമ്മളെ സ്വീകരിക്കാനേ ഉടുപ്പും കൊണ്ട് മാറുവായി. ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പോ അതെ സ്റ്റൈലായിട്ട് എന്താണ്? കൊച്ചു മലയാളി വലിയ മലയാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞതിനെ തല്ലി കൊല്ലാൻ പോന്നു. തല്ലിവിടാ. തല്ലി എന്തിന്? വലിയ മലയാളി പറഞ്ഞു ഇയാളെ തല്ലാൻ. അച്ഛൻ പറഞ്ഞതല്ലേ? മുബിനെ വരൂ. അതൊന്നും അറിയാം. ഇവിടെ നിൽക്കുന്നു. ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛൻ ഇയാളെ തല്ലിച്ചോ? അതിരിക്കട്ടെ, നീ എന്തിനാണ് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത്? ഓഹോ, അങ്ങനെ അച്ഛൻ്റെതായ ഒരു മുറി ഇവിടെ ഉണ്ടോ? അയ്യോ മുതലാളി, പപ്പു മുഖാന്തരം അച്ഛനും മോനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. മുതലാളി ഇങ്ങോട്ട് നോക്കിയേ, പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ? എനിക്ക് പോകുന്നുണ്ടോ ഇവിടുന്ന്? നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത്? എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈട് വെച്ച് കുറച്ച് പണം കടം ചോദിക്കാനാ ഞാനിങ്ങോട്ട് വന്നു. ഓ, അത്രേ ഉള്ളൂ. വന്നാട്ടെ. ഏതായാലും പപ്പുചേട്ടൻ ക്ഷമിക്കൂ. അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് എന്റെ മനസ്സങ്ങ് തണുത്തു. പപ്പുചേട്ടന്റെ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം? 1000 രൂപ എങ്കിലും വേണം. ഓഹോ, ആ പണം ഞാൻ തരാം. അയ്യോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കിടങ്ങ് നടന്നു പോക്കോളാം. വേണ്ട, ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടു. അയ്യോ, കാറൊന്നും വേണം, ഞങ്ങൾ നടന്നു പോകാം. കാറുമില്ല. ഡ്രൈവർ, കാർ കൊണ്ടാ. സൂക്ഷിച്ച്. നീ ഏത് ബോട്ടിനാ അവനെ വന്നത്? ഞാൻ ഇപ്പോഴുള്ള ബോട്ടിൽ. ജോൺ മത്തായി ഇല്ലയോ? അതെ. ഓ, വരുന്നു നമ്മുടെ പാച്ചൻ, റൗഡി പാച്ചൻ. അവനൊരു പിഴയാടാ പോലെ. അല്ല, ഇതാരാ പാച്ചൻ ചേട്ടനോ? എടാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. വെളുത്ത് തടിച്ച് ചുവന്ന് സുന്ദരനായി പോയല്ലോ. ചുമ്മാ അതല്ല, ഒതി കിട്ടും. മതി പറഞ്ഞത്. പോകാം. എടാ പാച്ച, നീ നാട്ടിൽ നടന്ന എന്ത് കൊളരായ്മ വേണമെങ്കിൽ കാണിച്ചു. പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്തിനാ ഇതിന് മാത്രം കുന്നായ്മ? പെണ്ണാൾ എന്ത് ചെയ്തു? ഞാൻ ഒരു 5-6 കൊല ചെയ്തു. ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ, പ്രത്യേകിച്ച് ഈ പെൺപിള്ളേർക്ക്. പല വീട്ടിലും കയറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി. ആരും ഒട്ട് തരുന്ന മട്ടുമില്ല. കാരണം പെണ്ണുങ്ങളോടൊക്കെ ഒരു അല്പം വർത്തമാനം പറയും. അതിനെനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 35 ആയിട്ടുള്ളൂ. പാച്ചൻ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോളാം.
വലിയ ഉപകാരം. നമസ്കാരം. അതത്ര വലിയ കാര്യം മറ്റാണോ? സീറ്റ് വലിച്ച. അയ്യോ വേണ്ട, ഞാൻ പീടിയെ വലിക്കത്തുള്ളൂ. 3-5 ആണിത്. എന്നാ ഒന്ന് നോക്കാം. ഇതാ. അയ്യോ, മുഖം അങ്ങ് പൊള്ളിപ്പോയല്ലോ. മൂപ്പിലേ, ഈ പാക്കറ്റ് ഇരിക്കട്ടെ. ഞാനൊരു കാര്യം മറന്നു. ഈ പെണ്ണിന്റെ പേരെന്താണ്? പെണ്ണാളെന്നാ എന്റെ പേര്. വീട് എവിടെയാണ്? ആ കാണുന്ന കായലിൽ അങ്ങ് കിടക്കാ. ഒന്ന് സ്വല്പം ഇങ്ങോട്ട് മാറുന്നില്ല. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങോട്ട് നേരെ നിന്നു കൊടുക്കുമോളെ. അവൾ അങ്ങനെ അങ്ങ് നിന്നിട്ടുള്ളവളല്ല. ഒന്ന് വലത്തോട്ട് മാറുന്നില്ല. സ്വല്പം. വെരി ഗുഡ്. അത് മതി. ചിരിച്ച് നല്ലപോലെ ചിരിക്കൂ. നല്ലപോലെ. ഓക്കെ. വരട്ടെ. ഓ നമസ്കാരം. അല്ല, പപ്പുച്ചേട്ടനും പെണ്ണാളുമില്ലേ ഇവിടെ? ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. അല്ലേ, അത് നീ അറിഞ്ഞില്ലയോ? പപ്പു പിന്നെ റാണാമോയാളുടെ വീട്ടിൽ പോയിരിക്കുക. നിനക്ക് സ്ത്രീധനം തരാൻ വേണ്ടി വസ്തു പണയപ്പെടുത്താൻ. സ്ത്രീധനമോ? എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത്? ഇവന്റെ വർത്തമാനം കേട്ടില്ലയോ? എടാ മോനെ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞോ? പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ഓ, സ്ത്രീധനം തരാതെ കല്യാണം കഴിക്കാൻ അവർക്ക് കുറച്ചില്ല പോലും. വന്നല്ലോ. മോനെ പുഷ്കര, നീ അയച്ചെന്ന ഫോട്ടോയില് മീശ ഉണ്ടായിരുന്നു. മോളെ മീശ ഉണ്ടായിരുന്നു. പിന്നെ അവള് മീശയിലോട്ടാ നോക്കിയത്. മീശയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയ കാര്യം എന്തായി? എടാ കോന്തി, പപ്പു പറഞ്ഞതാ താനൊരു സിഗരറ്റ് വലിക്കേ. ഇതേ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോയി തീരെ നിശ്ചയിക്കാം. എന്നാ വാ. പെണ്ണുങ്ങളും നടന്നോളൂ. നീ എന്തിനാ പെണ്ണാണത്തിന് മണിപ്പടിച്ചു കൂട്ടിയത്? ഞാനോ? ഞാൻ എടുത്തില്ല പാച്ചൻ ചേട്ടാ. നിന്നെ തിരക്ക് ഏമാനം വന്നിരുന്നു. അയ്യോ, നീ പേടിക്കൊന്നും വേണ്ട, ഞാനതെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഒരു കാർത്തിയാനി, നീ എന്തിനാടി അത് ചൂണ്ടിയത്? എന്റെ പാച്ചൻ ചേട്ടാ, എനിക്കൊരാളുണ്ടായിരുന്നു, ബഗദൂർ ശ്രാങ്ക്. അയാളിപ്പം ഇടമനക്കാട്ട് ബോട്ടിലാണെന്നാ കേട്ടത്. അയാളെ ഒന്ന് കാണാൻ പോവാൻ എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത്. അയ്യോ പാവം കാർത്തിയാനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ നിന്റെ ശ്രാങ്കിനെ കൊണ്ടുതരാം. പാച്ചൻ ചേട്ടന് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഇപ്പൊ മരിയിൽ എന്തുണ്ട്? എടേ കാർത്തിയാനി ചെല്ല്, ഞാൻ പോയി നിന്റെ ശ്രാങ്കിനെ ഇവിടെ കൊണ്ടുതരാം. അഥവാ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാനും കല്യാണം കഴിക്കാം. അത് വേണ്ട പാച്ചൻ ചേട്ടാ. ഏതായാലും നീ ചെല്ലേ. എടാ, ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ അങ്ങനെ പോവാതെ പാച്ചിന് കൊടുക്കാതെ കൊടുത്തിട്ട് പോ. പാച്ചൻ ചേട്ടന്റെ ഈ ചുങ്കം പിരിവസ്ത്രം നല്ലതല്ല. ഈ അക്രമം ദൈവം പൊറക്കില്ല കേട്ടാ. വേണ്ട, പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റിച്ച് തിന്നാലേ തലയിൽ ഇടിവെട്ട് കൊള്ളൂ. കൊള്ളട്ടെ. ഇടി, മത്സ്യം ദൈവത്തിന്റെ അവതാരമാണ്. നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു, ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ടെ പാച്ചിന് ആർക്കു കൊടുക്കാനാ? അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, പെണ്ണും ഇല്ല, പെടക്കോഴിയും ഇല്ല. പെടക്കോഴി ഇല്ലാത്തതല്ലേ പാച്ചന്റെ സങ്കടം. പിന്നെ ഇങ്ങനെ പറ്റിച്ചും പേടിപ്പിച്ചും ജീവിച്ചിട്ടുള്ളവരെ ഒടുവിൽ ഓലക്കര കിടന്ന ചത്തിരിക്കുന്ന അറിയാവോ? ഓടിക്കോ. പെണ്ണാളെ, നിനക്ക് ഉത്സവത്തിന് കൊടുക്കാൻ ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ.
എനിക്ക് പുഷ്കരൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എപ്പോഴാ ഒന്ന് കാണുന്നത്? പെണ്ണാളിന്റെ ഇഷ്ടം. ഞാൻ കായ്പുറത്ത് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ പുഷ്കരൻ ചേട്ടൻ വരുവോ? ഓ, കാണാം. അയ്യോ അമ്മ. പൊയ്ക്കോ. ഇനിയിപ്പൊ പുഷ്കരൻ നാട്ടിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. ഒരു ചെറിയ എലിവിഷത്തിന്റെ കടയിട്ട് കൊടുത്താൽ അവനും പെണ്ണാർക്കും കഴിയാനുള്ള വരുമാനം അതിനകത്ത് കിട്ടിക്കോളും. എലിവിഷമോ പാഷാണമോ എന്ത് കുന്തം വേണേ താൻ തുടങ്ങിക്കൂ. ഞാനൊരു 1000 രൂപ. അതെ, 1000 രൂപ തരും. എടി മാണിക്കേ, നമുക്ക് കല്യാണം കായ്പുറ അമ്പലത്തിൽ വെച്ച് നടത്തിയാ പോരേടി. നിങ്ങൾ എവിടെ വെച്ച് നടത്തണോന്ന് പറയുന്നോ അവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാ. ഇല്ലേ? നിനക്ക് എപ്പോഴാണ് വേണ്ടേ? സൗകര്യമായി സാവധാനം തന്നേച്ചാ മതിയേ. നീ എപ്പോ വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ 1000 രൂപ അങ്ങ് തരും. 1 2 3 4 5 6 7 8 9 10 1000. ഞാൻ ഈ രൂപ പപ്പുവിന് കൊടുത്താൽ പെണ്ണാളെ എനിക്ക് കിട്ടാതിരിക്കാനാണല്ലോ വഴി. വേണ്ട. പുഷ്കരൻ ചേട്ടാ, റാണാ മുതലാളിയുടെ മോൻ എന്റെ ഒരു പടം എടുത്തു. റാണാ മുതലാളിയുടെ മോനോ? ആ, പ്രതാപചന്ദ്രൻ. ഇന്നലെ ഞങ്ങളെ വീട്ടിൽ കാറിലാ കൊണ്ടുപോയി വിട്ടത്. 1000 രൂപ ശ്രീധരൻ തരുന്ന പിന്നെ ആരാ? എന്റെ പടം എടുത്തിരിക്കുന്നതേ സിനിമ പോലെ നല്ല നിറത്തിലാ. എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പറഞ്ഞതെല്ലാം വേണ്ടാത്തതായി. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് നിന്റെ വീട്ടുകാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ സ്നേഹമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്ന് വെച്ചാ പുഷ്കരൻ ചേട്ടന് ഫോട്ടോ കടയിടാൻ കാശ് വേണ്ടേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്? അന്യനാട്ടിലൊന്നും പോവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. റാട്ടിൽ കയറ് പിരിക്കാം, കേവ് വെള്ളം ഊന്നാം, ചുമട് ചുമക്കാം, പിന്നെ മീൻ പിടിക്കാൻ പോകാം. അതെന്താ അതെന്താ പെണ്ണാൾ ചിരിക്കുന്നത്? കൊള്ളാം. ഇതൊക്കെ എന്റെ ചേട്ടൻ ചെയ്യുമെന്നോ? പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ചീനവലിക്ക് ഒരു കൈ പിടിച്ചു കൊടുക്കാൻ കുറച്ചിലായിട്ടല്ലേ ചേട്ടൻ നാട് വിട്ടു പോയത്? അത് ശരിയാ പെണ്ണാൾ. 10 ക്ലാസ് പഠിച്ചപ്പോ ജാതി തൊഴിൽ ചെയ്യാനൊരു മടി. വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ഈ ജോലിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏത് ജോലി ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല. അയ്യോ, ദേ ആ പാച്ചൻ ചേട്ടൻ വരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി. നീ എന്തിനാ ഊച്ചാലിപ്പാച്ചിലൊക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത്? അയാൾ എന്നെ കാണുമ്പോ ഒരുമാതിരി. ആഹാ, എന്നാൽ ഇന്ന് അവൻ 2 കൊടുക്കണമല്ലോ. പക്ഷെ വേണ്ട, അയാൾ ഒറ്റ കുത്തിന് 5-6 പേരെ കൊന്നവനാ. കൊല്ലും. പിന്നെ നീ ആ തെങ്ങിന്റെ മറവിൽ ചെന്ന് കുറച്ചു നേരം മറഞ്ഞു നിൽക്കാൻ, ഞാൻ ഇവിടെ മറഞ്ഞു നിൽക്കാൻ. ചെല്ല്. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. പറയുന്ന പോലെയൊക്കെ ചെല്ല്.